നമസ്കാരം, പൗളി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി സഭാ വാർത്തകൾ. സാഹോദര്യം കത്തോലിക്ക സഭയുടെ മുഖമുദ്ര. 2025 കത്തോലിക്ക തിരുസഭ മഹാജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സുവിശേഷ മൂല്യങ്ങളും വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിത മാതൃകയും എടുത്തു കാണിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ മൂന്നാമത്തെ ചാക്രിക ലേഖനമായ ഫ്രിത്തിലി തൂത്തയുടെ അപഗ്രന്ഥം 1-ാം ഭാഗം. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് മഹാജൂബിലി വർഷത്തിന്റെ ആപ്തവാക്യം. മാന്യമായ വസ്ത്രം ധരിക്കണം, ടാറ്റു പാടില്ല നിർദ്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും ഉത്തരവാദിത്തമുള്ള സെന്റ് പീറ്റർ ഫാബ്രിക്കയിലെ ജീവനക്കാർക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകി ഫ്രാൻസിസ് പാപ്പ. പ്രതിസന്ധി ഒഴിയുന്നു. എറണാകുളം അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധാരണ. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് 2024 ജൂൺ 9 നൽകിയ സർക്കുലറിനെ തുടർന്ന് 2024 ജൂലൈ 3 മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത രീതിയിൽ ഒരു കുർബാനയെങ്കിലും അർപ്പിക്കുന്ന ദേവാലയങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള രീതി തുടരാവുന്നതാണെന്ന് വ്യക്തമാക്കി. ഇടവക വാർത്തകൾ. തൃശൂർ അതിരൂപതയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഊട്ടുതിരുനാൾ സംക്ഷിപ്തമായി ആഘോഷിച്ചു. തൃശൂർ അതിരൂപതയിലെ പൗലോസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഏക ദേവാലയമായ സെന്റ് പോൾസ് ചർച്ച് തേക്കാട്ടുശ്ശേരിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ഊട്ടുതിരുനാൾ ഭക്തിയാദരവോടെ ആഘോഷിച്ചു. തുടർന്ന് ജൂബിലിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. 30-ാം തീയതി രാവിലെ 10 മണിക്ക് ആരംഭിച്ച കുർബാനയ്ക്ക് ശേഷം ഫാദർ ജോബ് വടക്കൻ, ഫാദർ പോൾ പയ്യപ്പള്ളി, ഇടവക വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടിന്റെയും നേതൃത്വത്തിൽ ജൂബിലിയുടെ കൊടി ഉയർത്തുകയും തുടർന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇടവകയിൽ വർഷങ്ങളായി സേവനം ചെയ്തവരെ ആദരിക്കുകയും ചെയ്തു. ഏകദേശം 6000-ന് മേൽ ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഭക്തിയാദരവോടെ ആഘോഷിച്ചു. ജൂലൈ 3-ാം തീയതി ദുഃഖ്രാന തിരുനാളായി ആഘോഷിച്ചു. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ മരണ തിരുനാൾ ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച 6:15 ദിവ്യബലി ആരംഭിച്ചു. തുടർന്ന് വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഫാദർ സ്റ്റാർസൺ പങ്കുവയ്ക്കുകയുണ്ടായി. നന്ദി. വാർത്തകൾ വായിച്ചത് 12-ാം ക്ലാസ്സിൽ നിന്നും എവിലിൻ റോസ്.